ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷമാണ്. 1-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാലോ? വളരെ എളുപ്പമാണ് കേട്ടോ, സുഖമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വചനഭാഗത്തിൻ്റെ ആദ്യത്തെ ഭാഗം, അതായത് ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്ന ദൈവപുത്രനെ കുറിച്ചാണ് പറയുന്നത്. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ വസിക്കുന്ന ദൈവപുത്രനെ കുറിച്ച്, വന്യമൃഗങ്ങളോടുകൂടെ കാട്ടിലും താമസിക്കുന്ന ദൈവപുത്രൻ, ദൈവദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെടുന്ന ദൈവപുത്രൻ. ഇനി ഈ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിലെ മരുഭൂമികൾ, നമ്മൾ കടന്നു പോകുന്ന പരീക്ഷണങ്ങൾ, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ, ഈ സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും അവിടെ എന്തുണ്ടെന്നാണ് നമ്മൾ വചനം പറയുന്നത്? ദൈവദൂതന്മാർ നമ്മളെ ശുശ്രൂഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സംരക്ഷണ വലയം തീർത്തുകൊണ്ട് ദൈവദൂതന്മാർ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലേ? അത് നമ്മളെപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ മരുഭൂമികളെയും ഈ പരീക്ഷണങ്ങളെയും മറ്റ് ദുഃഖങ്ങളെയും ഒക്കെ തരണം ചെയ്യാൻ നമുക്ക് വല്ലാത്തൊരു ഊർജം കിട്ടും. ഇപ്പം ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എൻ്റെയും ചില ജീവിത സാഹചര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ ആലോചിക്കാം, എന്താണ് എനിക്കിങ്ങനെ, ഞാനെന്തിനാണ് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ ഈശോ കടന്നുപോയ പാതയല്ലേ? എൻ്റെ ഈശോനെ സംരക്ഷിക്കാൻ ദൈവദൂതന്മാരുണ്ടായില്ലേ? അപ്പം എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈശോ തന്നെ എൻ്റെ കൂടെ വരില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ഈശോ എൻ്റെ കൂടെ വന്ന് എൻ്റെ മരുഭൂമികളിലൂടെ എൻ്റെ കൂടെ നടന്ന് ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ എന്നെ സംരക്ഷിച്ച്, എനിക്ക് നേർവഴി കാണിച്ച്, ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്കിടയിൽ ആ സമയത്തും എന്നെ താങ്ങി നിർത്തി, ഒരു കൂട്ടുകാരനെ പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ, ഒരപ്പനെ പോലെ, അല്ലേ? അങ്ങനെ ഒരുപാട് തലങ്ങളിൽ നിന്നുകൊണ്ട് ഈശോ നമ്മളെ ഒരുപാട് സംരക്ഷിക്കുന്നുണ്ട്, താങ്ങി നിർത്തുന്നുണ്ട്, അല്ലേ? ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ഊർജം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്താണ്? പ്രൊട്ടക്റ്റ് ചെയ്യാൻ എൻ്റെ ഈശോ ഉണ്ട്. പിന്നെ ഞാൻ ആരെ പേടിക്കണം, ഞാൻ എന്തിന് സങ്കടപ്പെടണമെന്നൊരു ചിന്ത ഉള്ളിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശക്തി പ്രാപിക്കും. ഇങ്ങനെ ആത്മാവിൽ ശക്തി പ്രാപിക്കും. ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുമ്പോൾ, പരീക്ഷിക്കപ്പെടുമ്പോൾ, മറ്റ് ദുരിതങ്ങളൊക്കെ വന്ന് നമ്മളെ അലട്ടുമ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എവിടെ ഉണ്ടെന്ന് നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മളിൽ വരുന്ന മാറ്റം എന്തായിരിക്കും? ഈശോയ്ക്ക് വന്ന മാറ്റം എന്താ? ഈശോ 40 ദിവസം ഇങ്ങനെ ഉപവസിച്ച് പരീക്ഷകളിൽ ഏർപ്പെട്ട് അവിടെ നിന്നും പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? അത്രയും നാളും ജനങ്ങളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ കൂടുതൽ വെളിപ്പെടാതിരുന്ന ഈശോ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാ ജനതകളുടെ ഇടയിലേക്കും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ആഹ്വാനം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് അടുക്കണമെന്നും അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്നൊക്കെ ആഹ്വാനം ചെയ്യാൻ തുടങ്ങി, അല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടത്? നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മളൊരു സുവിശേഷമായി മാറണ്ടേ? അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗകരാവണ്ടേ? അതിനുവേണ്ടിയല്ലേ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളെ സഹായിക്കാനും നമ്മളെ സംരക്ഷിക്കാനും ഈശോ കൂടെ ഉള്ളപ്പോൾ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? നമുക്കൊരു പേടിയും വേണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈശോയെ
മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സുവിശേഷമൊന്നും പ്രസംഗിക്കേണ്ട, ഈശോനെ പരിചയപ്പെടുത്തി കൊടുക്കുമോ ഒരാൾക്ക് 2 പേർക്ക്, അതെ അത് മതി. അതാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.